പിന്നെ ടീച്ചിങ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം ആ ഒരു ഗ്ലാമറസ് ജോബാണെന്ന് എനിക്കൊരു തോന്നൽ വന്നു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു 40 പിള്ളേർ അല്ലെങ്കിൽ 50 പിള്ളേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുള്ള അറിവ് അത്രയും പേർക്ക് പകർന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികം അവരിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അതെന്ത് ചെയ്യും, പകരുന്നൊരവസ്ഥയാണ്. അതൊക്കെ കൊണ്ട് ഒരു അധ്യാപക ജീവിതം ഒരു പാഷനായിട്ട് മാറ്റാനാണ് തുടങ്ങിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ സ്റ്റുഡിയോ തന്നെ പ്രവർത്തിക്കണമെങ്കിൽ ഈ ലൈറ്റ് ഉണ്ട്, മൈക്ക് പ്രവർത്തിക്കണം. എന്തിനാ? നമ്മുടെ മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്ന പോലും ഒരു എനർജിയിലാണെന്നാണ് പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്റ്റോർഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. അതൊരു വലിയൊരു വാക്യം തന്നെയാണ്. രാത്രി കാലങ്ങളിൽ മഴയാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കറണ്ട് പോകുമ്പം ചീത്ത വിളിക്കും KSCB. പക്ഷേ അവർ ചെയ്യുന്ന ആ കഷ്ടപ്പാട് നമ്മൾ വിലമതിക്കാനാവാത്തത്. ഹായ്, ഇന്ന് നമ്മളുള്ളത് മഹേഷ് ബാബു സാറിനോടൊപ്പമാണ്. I+ലെ ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ നെടുന്തൂണെന്ന് സാറിനെ വിശേഷിപ്പിച്ചാൽ ഒട്ടും അതിശയോക്തിയാവില്ല. സാറിൻ്റെ ഫേസും സാറിൻ്റെ ക്ലാസ്സുകളും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ റെസ്പോൺസിലൂടെയൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്നത്തെ അതിഥിയായിട്ട് സാർ ഈ പോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുന്നത് സബ് എഞ്ചിനീയർ ഇലക്ട്രിക് പരീക്ഷയെ പറ്റിയിട്ട് കൂടുതൽ ഡെപ്തിൽ നമ്മളോട് സംവദിക്കാനായിട്ടും പരീക്ഷയിൽ എങ്ങനെ വിജയിക്കാം, മികച്ച റാങ്ക് നേടാം എന്നുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സജഷൻസ് നൽകാനുമായിട്ടാണ്. സ്വാഗതം സാർ. നമ്മുടെ ഈ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം, എന്തിന് ഞാൻ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു? സാറും ഉറപ്പായിട്ടും ഈ പരീക്ഷകൾക്കായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്, റാങ്ക് ലിസ്റ്റുകളിലുള്ള ആളാണ്, 12 വർഷത്തെ അധ്യാപന പരിചയമുള്ള ആളാണ്. എന്തിനു വേണ്ടിയാണ് കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്? പ്രധാന ഒരു ഘടകമാണ്. മഹേഷ് സാർ ഏകദേശം ഒരു 12 വർഷമായി ടീച്ചിങ് മേഖലയിൽ ഉണ്ടല്ലോ എന്ന്, അതിനൊരു ഉത്തരം പറഞ്ഞ് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, സാധാരണ ഒരു കുടുംബത്തിൽ വളർന്നൊരു വ്യക്തിയാണ്. എൻ്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അപ്പോൾ അന്ന് സ്കൂളുകളിൽ അധ്യാപകർ ചോദിക്കുമായിരുന്നു തനിക്ക് എന്താകാനാണ് ആഗ്രഹം. അപ്പം ഓരോരുത്തർ പറയും എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം. അന്നെൻ്റെ മനസ്സിൽ ഈ എൻജിനീയർ എന്നൊക്കെ പറയുന്നതൊരു ചിന്തയിലേ ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് +2 കഴിഞ്ഞു. താരതമ്യേന അത്യാവശ്യം മാർക്കുള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ എൻജിനീയറിങ്ങിന് വിട്ടു. ഏകദേശം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. സ്വാഭാവികമായിട്ടും പിന്നെ പഠിക്കാനുള്ള താല്പര്യം കൂടി, അതിനെക്കുറിച്ച് ആ ഒരു ഐഡിയ മനസ്സിലാക്കി, എൻജിനീയർ എന്താണെന്നുള്ളൊരു പാഷൻ മനസ്സിലാക്കി. അങ്ങനെ എൻജിനീയറിംഗ് പാസ്സാവുകയും നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. പിന്നെ ടീച്ചിങ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം ആ ഒരു ഗ്ലാമറസ് ജോബാണെന്ന് എനിക്കൊരു തോന്നൽ വന്നു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു 40 പിള്ളേർ അല്ലെങ്കിൽ 50 പിള്ളേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുള്ള അറിവ് അത്രയും പേർക്ക് പകർന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികം അവരിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അതെന്ത് ചെയ്യും, പകരുന്നൊരവസ്ഥയാണ്. അതൊക്കെ കൊണ്ട് ഒരു അധ്യാപക ജീവിതം ഒരു പാഷനായിട്ട് മാറ്റാനാണ് തുടങ്ങിയത്. അങ്ങനെയാണ് നിലവിൽ 12 വർഷമായിട്ട്. പിന്നെ അടുത്ത സാറ് ചോദിച്ചേ, ഈ സബ് എഞ്ചിനീയർ ആ കോഴ്സ് പഠിച്ചത് കൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആ തസ്തികകൾ. വേറൊന്നും കൊണ്ടല്ല, ഒരു സബ് എഞ്ചിനീയർ എടുക്കുന്ന പണി എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമറസ് ജോബ് തന്നെ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ സ്റ്റുഡിയോ തന്നെ പ്രവർത്തിക്കണമെങ്കിൽ ഈ ലൈറ്റ് ഉണ്ട്, മൈക്ക് പ്രവർത്തിക്കണം. എന്തിനാ? നമ്മുടെ മനുഷ്യ ശരീരം പ്രവർത്തിക്കുന്ന പോലും ഒരു എനർജിയിലാണെന്നാണ് പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്റ്റോർഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. അതൊരു വലിയൊരു വാക്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം, അത് നമ്മളിലേക്ക് എത്തണം. എന്തിന്? ഞാൻ വീട്ടിലിരുന്ന് സോക്കറ്റിലോട്ടൊരു ചെറിയ പ്ലഗ് കുത്താൻ പോലും എനിക്ക് ഭയമുള്ളൊരു അവസ്ഥയുള്ള ആൾക്കാരുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ആ ജനറേറ്റ് ചെയ്യുന്ന പവറിനെ എത്ര കിലോമീറ്റർ താണ്ടി നമ്മളിലേക്ക് എത്തി നമ്മളുടെ ബേസിക് നീഡായ ഓരോ വസ്തുക്കൾ, ഉദാഹരണം ഈ സ്റ്റുഡിയോയ്ക്കകത്ത് ഈ പ്രവർത്തിക്കുന്ന AC പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ആ ഇലക്ട്രിസിറ്റി ഇവിടെ എത്തുന്നതിൽ ഒരു സബ് എഞ്ചിനീയർ, ഒരു എഞ്ചിനീയറിൻ്റെ കരുതെന്ന് പറയുമ്പോൾ വളരെ മികച്ചതാണ്. നമ്മളവരെ നമ്മൾ അത്ര പവറിലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ആ ഉണ്ടാക്കുന്ന പവർ ജനറേറ്റ് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പ്രധാന ഘടകം വഹിക്കുന്ന 2 പേരാണ് സബ് എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. അതുകൂടാതെ ബാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്കിലും ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു വലിയ ഘടകം തന്നെ. ഇത്രയും പേരെ ഏകോപിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെ. അത്രയും പേരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും അതിൻ്റേതായ ഒരു ട്രാൻസ്ഫോമർ ഒരു പ്രശ്നം വരുമ്പോൾ പോയി കണ്ടെത്തുക, പരിഹരിക്കുക. രാത്രി കാലങ്ങളിൽ മഴയാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കറണ്ട് പോകുമ്പം ചീത്ത വിളിക്കും KSCB. പക്ഷേ അവർ ചെയ്യുന്ന ആ കഷ്ടപ്പാട് നമ്മൾ വിലമതിക്കാനാവാത്തത്. പവർഫുൾ ആയിട്ടുള്ള ഒരു തസ്തികയാണ്. ആ ഈ
PSC കയറാൻ ഡയറക്റ്റ് ആയിട്ട് എൻട്രി ഉള്ളതിൽ ഏറ്റവും ഉയർന്ന തസ്തികകളിൽ ഒന്നാണ് അല്ലേ? ഒന്നാണ് സാറേ. എങ്കിലും തന്നെയും ഏറ്റവും കൂടുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് എഴുതി കയറാൻ പറ്റുന്ന ഏറ്റവും വലിയ തസ്തിക. അതിന്റെ തൊട്ട് താഴെ ഈ സബ് എഞ്ചിനീയർ തസ്തികയിലേക്ക് നിയമനം കിട്ടുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ വഴി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് മാറാൻ സാധിക്കും. ഓക്കെ. ആ ഒരു കഷ്ടപ്പാടിന് ഫലമുണ്ടാകും. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ശമ്പള സ്കെയിലും ഒക്കെ KCB ആകുമ്പോൾ പ്രത്യേകിച്ചും നല്ല സാലറി സ്കെയിലുള്ള തസ്തികകൾ കൂടിയാണ്. ഉറപ്പായിട്ടും നല്ല സാലറി സ്കെയിലുള്ള തസ്തികയാണ്. ഇപ്പോഴത്തെ നിലയിൽ എന്താണ് അതിന്റെ സാലറി റേഞ്ച് ഏകദേശം വരുന്നത്? ഏകദേശം ഒരു 50-60 അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ അത് പല രീതിയിലായിട്ട് മാറാം. അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും. പക്ഷെ ആനുകൂല്യവും കാര്യങ്ങളും എല്ലാം അതിൻ്റെതായി കിട്ടുന്നുണ്ട്. പെൻഷൻ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഭാവി സെക്യൂർ ആണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഫാമിലിയോടൊപ്പം നാട്ടിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെല്ലാം കണ്ട് ഫാമിലിയോട് ആ ഒരു എന്ന് വെച്ചാൽ എല്ലാം ഒരു പെർഫെക്റ്റ് ജോബാണ് സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലേ? അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കിന് കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്താൽ എഴുതാമെന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു അല്ലേ? എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ലൊരു സ്കോപ്പാണ് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സബ് എഞ്ചിനീയറും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം ഒരു 60% സിലബസ് സെയിമാണ്. പഠിക്കുന്നൊരു വ്യക്തിക്ക് രണ്ടിലും കോൺസെൻട്രേറ്റ് ഒരുമിച്ച് പോകാൻ പറ്റിയൊരവസ്ഥയാണ്. ഇപ്പം സബ് എഞ്ചിനീയർ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു മോഡ്യൂൾ മറ്റേതുമായിട്ട് സെയിം വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടന്റും ആ കണ്ടന്റും കൂടെ എന്ത് ചെയ്യും, ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടും ഒരേപോലെ കൊണ്ടുപോകും എന്നാ പറ്റുന്നത്. സാറിന്റെ ഒപ്പീനിയനിൽ ഈ രണ്ട് പരീക്ഷയ്ക്ക് ഒരുമിച്ച് ഒരു വിദ്യാർത്ഥി തയ്യാറെടുക്കണം എന്ന് തന്നെ ഉറപ്പായിട്ടും പറ്റും. കാരണം എന്ന് വെച്ചാൽ അവരുടെ കഷ്ടപ്പാടാണ്. +2 കഴിഞ്ഞ് 3 വർഷം പോളിടെക്നിക് അല്ലെങ്കിൽ 4 വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു വ്യക്തി, ആ 4 വർഷം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 3 മാസം തയ്യാറെടുപ്പിലൂടെ ഉറപ്പായിട്ടും സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ രണ്ടും ഗ്ലാമറസ് ജോബാണ്. ആ ഒരു ഇതിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ രണ്ടിടത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കും. സാർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ചോദിക്കാൻ വിട്ടുപോയ കാര്യമാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണല്ലേ ഇതിന്റെ യോഗ്യത? മറ്റെന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ വേണോ? സാർ KSEB സബ് എഞ്ചിനീയർ നിലവിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചാണെങ്കിൽ പോളിടെക്നിക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പാസ്സായ വ്യക്തിക്കും എഞ്ചിനീയറിങ്ങിന് 4 വർഷത്തെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ വ്യക്തിക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇക്വലന്റ് വെച്ചും കൊടുക്കാം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. കഴിഞ്ഞ ലിസ്റ്റൊക്കെ സാറ് ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയാണ് PSC പരീക്ഷ എഴുതിയാൽ റാങ്ക് ലിസ്റ്റ് വന്നാലും ജോലി കിട്ടുമോ, ഒരു തസ്തികയോ 2 തസ്തികയൊക്കെ ഉള്ളതിനായിട്ട് ഞങ്ങൾ എന്തിനു പഠിക്കണം എന്നൊക്കെയുള്ള ചോദ്യം I+ൽ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. തുടക്കകാലത്തൊക്കെ ഞാനും സെയിൽസ് ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എത്ര നിയമനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്? സാർ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 400-500ഓളം നിയമനം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഏകദേശം നല്ലൊരു പോസ്റ്റ് അവസരങ്ങൾ കൊടുക്കുന്നൊരു പോസ്റ്റാണ് ഈ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ഏകദേശം 600ഓളം അടുപ്പിച്ച് നിയമനങ്ങൾ വരാൻ, അതെല്ലാം കറക്റ്റായിട്ട് ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം നമുക്കറിയാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 600ഓളം അടുപ്പിച്ച് വേക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു മസ്തൂർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തായിരുന്നു. ആ കോഴ്സിൽ തന്നെ ഏകദേശം 985 വേക്കൻസിയോടെ വന്നിരിക്കുന്നത്, ഏകദേശം 1000ഓട് അടുപ്പിച്ച്. അതിന് തത്തുല്യമായ ഒരു യോഗ്യതയാണ് വന്നേക്കുന്നത്. 600, ഏകദേശം 500-600ഓളം അടുപ്പിച്ച് വേക്കൻസി നമുക്കത് അത്ര എക്സ്പെക്ട് ചെയ്യാം. 500-ലധികം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു നല്ല അവസരമാണ്. 1, 2, 3 പോസ്റ്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചെത്താൻ ശ്രമിക്കുന്നതിനേക്കാളും 100 കണക്കിന് എന്ന് നമുക്ക് കോൺഫിഡൻസോടെ പറയാം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പം നമ്മളൊരു PSC എടുക്കുകയാണെങ്കിൽ, ഒരു ഏതാണെന്ന് ഞാൻ പറഞ്ഞ ജനറൽ PSC എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 4-5 ലക്ഷം പേര് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുമ്പോൾ അതിനകത്തൊരു 600-700 വേക്കൻസി വരുന്നിടത്ത് ഒരു മറ്റേ ടെക്നിക്കൽ PSC ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ സബ് എഞ്ചിനീയർ ഒരു 600 വേക്കൻസി കൂട്ടിക്കും. ഏകദേശം എത്ര പേരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്? മറ്റേ 4-5 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നിടത്ത് ഇവിടെ ഏകദേശം 1 ലക്ഷത്തോട് അടുപ്പിച്ചായിരിക്കും. അത്രയും ജോലി സാധ്യത. പക്ഷേ പരീക്ഷ എഴുതുന്നവർ അതിലും കുറവായിരിക്കത്തില്ല സാർ. ഒരു 60,000-70,000 റേഞ്ചിലോട്ടൊക്കെ 1 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്ന ഇത്രയും പേര് പരീക്ഷ എഴുതണമെന്നില്ല. എഴുതുന്നവര് അതിനേക്കാളൊക്കെ പല മടങ്ങ് കുറവാണ്. അല്ല, എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഞങ്ങളിപ്പം അതിനുവേണ്ടി കഷ്ടപ്പെട്ടോ എല്ലാം കഴിവുള്ളവരല്ലയോ, എന്നെ കൊണ്ട് പറ്റുമോ? ഇതേപോലെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവരും ചിന്തിക്കുന്നത്. അത് തന്നെ. കഴിവില്ല, നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അതിനനുസരിച്ച്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം എടുക്കുകയാണെങ്കിൽ, എത്ര ടച്ചില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും സ്വാഭാവികമായിട്ടും പഠിക്കേണ്ട രീതിയിലൂടെ പോവുകയാണെങ്കിൽ, പഠിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതി അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന വലിയൊരു മലയൊന്നുമല്ല, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്നെങ്കിൽ തന്നെയും അടിത്തറ ഭദ്രമാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അത് നേരത്തെ തുടങ്ങണം.
അതെങ്ങനെ ചെയ്യണം സാർ? ഇപ്പോൾ നമ്മുടെ കോഴ്സ് ലീഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലീഡ് അധ്യാപകരുടെ ടീമിനെ നയിക്കുന്നുണ്ട്, കുട്ടികളുടെ ക്ലാസ്സൊക്കെ ലൈവായിട്ടും റെക്കോർഡഡായിട്ടും ഒക്കെ പോകുന്നുണ്ട്. 3 തൊട്ട് 4 മാസം വരെയുള്ള മികച്ച തയ്യാറെടുപ്പ് മതിയെന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. അത് ഒരു വിദ്യാർത്ഥി എങ്ങനെ കൊണ്ടുപോകണം? എത്ര മണിക്കൂർ പഠിക്കേണ്ടി വരും? അല്ലെങ്കിൽ എങ്ങനെ ടോപ്പിക് അലോട്ട് ചെയ്യണം? ഏത് രീതിയിൽ പഠിക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയൊക്കെ ചെയ്യണമെന്ന് സാറിൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യാം. സാർ, ഇപ്പോൾ ഒരു സബ് എഞ്ചിനീയർ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു പല രീതിയിലുള്ള ആൾക്കാരാണ്. ഉദാഹരണം, മസ്തുവിൻ്റെ ക്ലാസ് കൈകാര്യം ചെയ്തപ്പോൾ എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയതിനകത്ത് അഭിപ്രായങ്ങൾ ചോദിക്കാമുള്ള അവസരത്തിനകത്ത് ഓഡിയോ കൂടെ, സാറേ എനിക്ക് 41 വയസ്സുണ്ട്, ഞാൻ സ്വാഭാവികമായിട്ടും സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് വന്നൊരു വ്യക്തിയാണ്, ഞാൻ 3 മാസം ലീവ് എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനു വേണ്ടി മെനക്കെടുന്ന വ്യക്തി. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ആൾക്കാരെ കാണണം. ഒന്ന്, പഠിച്ചിറങ്ങിയൊരു വ്യക്തി, 21 വയസ്സുള്ളൊരു വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു 4-5 വർഷം അദ്ദേഹത്തിന് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും, ഒരു വീട്ടിൽ നിന്ന് ഒരു അവസരം കൊടുക്കുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഒരു 37 വയസ്സിൽ പറ്റും, 37 അല്ലെങ്കിൽ ഒരു 40 വയസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരു കുടുംബജീവിതം ജയിക്കുന്ന വ്യക്തി, ഒരു ഗ്ലാമറസ് ജോബ് ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്നതിൻ്റെ തൊട്ട് ലീവ് എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയായിരിക്കത്തില്ല. പക്ഷേ അവരൊക്കെ എല്ലാവരും ചെയ്യേണ്ട പൊതുവായിട്ടൊരു ഘടകം, ഒരു ദിവസം എങ്ങനെയായാലും ഒരു 4 മണിക്കൂർ വെച്ച് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ ജോലി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വൈകിട്ട് ഒരു 7-8 മണിയാകുമ്പോൾ ഫ്രീ ആകാൻ പറ്റും. 8 മണി to ഒരു 10 അല്ലെങ്കിൽ 11 മണി വരെ പഠിക്കാം. ആ 11 മണി വരെ പഠിച്ച് എന്ത് ചെയ്യും, 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് പഠിക്കേണ്ട രീതിയുണ്ട്. പഠിക്കുന്ന കാര്യം ചുമ്മാ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഒരു ചുമ്മാ ഒരു ഇത് വായിച്ച് വിടുന്നതിൽ ഇപ്പോൾ ഒരു പാരഗ്രാഫ് കിട്ടി, ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത്, ആ പാരഗ്രാഫ് കിട്ടി ഒരു തവണ വായിച്ചു, അന്ന് തന്നെ 2 തവണ വായിച്ചു, ആ ഒരു പേജ് എനിക്ക് കാണാപ്പാടമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ ആരെയൊക്കെ ബോധിപ്പിക്കരുത്, അല്ലെങ്കിൽ സിലബസിനകത്ത് ടിക്കിടാൻ വേണ്ടി പഠിച്ചത് കൊണ്ട് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത് മാത്രമല്ല, ആ ഒരു പേജ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ വൈഡായിട്ടൊരു നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു മൊബൈൽ എടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ആൻസർ തരാൻ ആൾക്കാരുണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഇതൊരു മൈക്കാണ്, ഈ മൈക്ക് എനിക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു പോർഷനെ അതിൽ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം, മൈക്കാണ് സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് കണ്ടന്റ് കിട്ടി. ഞാൻ ചെയ്യുന്നത് ഈ മൈക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് സെർച്ച് ചെയ്യണം, ഈ മൈക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചെയ്യണം, ഇതിനകത്ത് ഈ സ്പോഞ്ച് വെച്ചതിൻ്റെ ആവശ്യകത എന്താണെന്ന് സെർച്ച് ചെയ്യണം. കണ്ടന്റ് അത്രയേ ഉള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ, മാറി. ഒരു കോമ്പറ്റീഷനാണ്. ഈ ഞാനും സാറും പരീക്ഷ എഴുതുകയെന്നില്ല, എൻ്റെ ശത്രുവാണ് സാർ. ശത്രു എന്ന് പറയുമ്പോൾ ആ എക്സാമുമായി ബന്ധപ്പെട്ടൊരു ശത്രുതാ മനോഭാവം. എനിക്ക് സാറിനേക്കായി ലീഡ് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് 2 പേർക്കും ഒരു പേപ്പർ തന്നു, ഞാൻ പറഞ്ഞു ഞാൻ മൈക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്നു, സാറും പഠിച്ചു ഞാനും പഠിച്ചു. എനിക്ക് സാറിനേക്കായി അല്പം കൂടെ കണ്ടന്റ് വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, കൂടുതൽ സെർച്ച് ചെയ്യണം, ക്യൂരിയോസിറ്റി വേണം. ഞാൻ ആ ഒരു മൈക്ക് എടുത്തു, ആ മൈക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്നു, ഇത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്, ഇതിനകത്തുള്ള മെറ്റീരിയൽ ഇതാണ്. അത്രയും ചെയ്യുമ്പോൾ എൻ്റെ അറിവ് കൂടും. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് കിട്ടുകയും ചെയ്യും. കാരണം നാളെ അത് ജനങ്ങളെ സേവിക്കേണ്ട വ്യക്തിയാണ്, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലേണ്ട വ്യക്തിയാണ്. ജനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്, അല്ലെങ്കിൽ നാളെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ചെന്ന് നിന്നാൽ ആ ഒരു ചോദ്യത്തിന് ആൻസർ പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, താഴേണ്ടതായിട്ട് വരും. അപ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല കൃത്യനിഷ്ഠയോടെ, എത്ര പഠിച്ചു എന്നുള്ളതല്ല, ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്തു പോവാം. ആ സമയത്തിൻ്റെ കാര്യം വിടുക, അത് ഇച്ചിരി നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണാം. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ആദ്യം ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കാം, പിന്നെ അത് 3 ആക്കണം, പിന്നെ ഇച്ചിരിയും കൂടെ സമയം വിടും 4 ആക്കണം, പിന്നെ അവർക്ക് സമയം കിട്ടുമ്പോൾ കൊണ്ടുനടത്തണം, പിന്നെ റിവിഷൻ ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ 4 മണിക്കൂർ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷെ നേരത്തെ തുടങ്ങുന്നവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇല്ലേ സാറേ? ഇപ്പോൾ ഒരു 4 മാസം ഒരാൾ 4 മണിക്കൂർ പഠിക്കുന്നതിന് തുല്യമാണല്ലോ. 8 മാസം അയാൾ 2 മണിക്കൂർ പഠിച്ചാലും മതി. പലപ്പോഴും കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ സാഹചര്യം വെച്ചിട്ടായിരിക്കും മണിക്കൂറുകൾ തീരുമാനിക്കപ്പെടുക, പക്ഷെ എത്ര ദിവസം പഠിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ ഇനിയും വരാൻ കുറച്ച് സമയം കൂടി എന്തായാലും ഇയർ എൻഡിലേക്കായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം സ്വാഭാവികമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അവേഴ്സിനേക്കാൾ ഉപരി സാർ ഈ പറഞ്ഞ കാര്യം, പഠിച്ചത് വൃത്തിയായിട്ട് പഠിക്കുക, അതിനെപ്പറ്റി ക്യൂറിയസ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ലേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സാർ, ഒറ്റ വാക്കി ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പിടിച്ച് നേരെ 3-ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടുന്ന് തുടർ പഠനമില്ല. ആദ്യം ഗുണനപ്പട്ടിക പഠിക്കണം, കൂട്ടാനും ഗുണിക്കാനും പഠിക്കണം, അതിനുശേഷം ഇങ്ങനെ ലെവൽ ചെയ്താണ് ഒരു കണക്കെന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് നേരെ പറഞ്ഞ് ഗുണനം ഇട്ട് ഗുണപട്ടിക എന്നത് കാര്യങ്ങൾ പ്ലസ് മൈനസ് എന്തൊക്കെയാണെന്ന് അറിയാതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ കൂട്ട് തന്നെ ഈ 4 ഏകദേശം രൂപമാണെങ്കിൽ നവംബർ ആ ഒരു റേഞ്ചോടാണ് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത. ഏകദേശം നമ്മുടെ മുന്നിൽ 3 മാസമുണ്ട്.
ഈ അവസാന നിമിഷം ഓടിച്ചിട്ട് പഠിക്കുന്നതിനൊക്കെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. നമ്മുടെ മനസ്സിൽ, കാരണം അവർ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ സിലബസ് കവർ ചെയ്തിരിക്കണം. എൻ്റെ ഇതാ പറയുന്നത്, ആ സിലബസ് വരുന്നതിന് മുന്നേ അല്ലെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ പഠിക്കാനുള്ള മെറ്റീരിയൽ തയ്യാറാക്കണം. ആദ്യം ചെയ്യേണ്ടത്, പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി, സബ് എഞ്ചിനീയർ കയറാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത് മെറ്റീരിയൽ കളക്ട് ചെയ്യുക. അത് ഏതെങ്കിലും ഒരു ഓൺലൈൻ ആപ്പ്, അവർക്ക് വിശ്വാസമുള്ള നല്ല അധ്യാപകരുള്ള ഒരു ഓൺലൈൻ ആപ്പിൽ എന്ത് ചെയ്യും, കാര്യം കഴിയും. അതിനുശേഷം അത് പഠിക്കാനുള്ള മെറ്റീരിയൽസ് കണ്ടെത്തുക. സിലബസ് നോക്കുക. സിലബസിനകത്ത് പവർ ജനറേഷൻ, അപ്പം പവർ ജനറേഷനുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ കിട്ടുന്ന എവിടെ, അതിനനുസരിച്ചുള്ളൊരു പുസ്തകം വാങ്ങിച്ച് സേഫ് ആക്കുക. അല്ലെങ്കിൽ ഇലൂമിനേഷൻ അല്ലെ ലൈറ്റിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു പുസ്തകത്തിൽ കാണണമെന്നില്ല, അതിനുള്ള കണ്ടന്റ് റെഡിയാക്കുക. ഏറ്റവും ക്വാളിറ്റി ഉള്ളത് കണ്ടുപിടിച്ച് ലെവൽ ചെയ്ത് എങ്ങനെയായാലും ഒരു അടുക്കും ചെട്ടി ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യും, 2 ആഴ്ച കൊണ്ട് ചെയ്യുക. അതിനുശേഷം പഠിച്ചു തുടങ്ങുക. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. സമയം നിശ്ചയിക്കുക. രാവിലെ എണ്ണിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വൈകുന്നേരം സമയം കണ്ടെത്തുക. ഏതെങ്കിലും ഒരു കാരണം വെച്ചാൽ വൈകിട്ട് പഠിക്കാനിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയം കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശനിയോ ഞായറോ എന്ത് ചെയ്യണം, ആ ഉപകാരം. വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത വീട്ടിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ആ നഷ്ടപ്പെട്ട സമയം അവിടെ എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യണം. 3 മാസത്തെ കഷ്ടപ്പാടില്ല, 4 മാസത്തെ കഷ്ടപ്പാട്. ആ സ്വപ്നതുല്യമായ ആ ജോലി കയ്യിലിരിക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടി ഇരിക്കാൻ ഒരു ആത്മവിശ്വാസം കിട്ടും. അതാണ് ഇതിന്റെ പഠനത്തോടൊപ്പമുള്ള മൈൻഡ് സെറ്റിലെ ചേഞ്ച് സാറ് പറഞ്ഞു തന്നെ അല്ലേ? ആണ്, അതന്നെ സാർ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു പ്രധാനമായിട്ടും ഒരു അന്തരീക്ഷം ഒരു വലിയ ഘടകം തന്നെ. പഠിക്കാനിരിക്കും. ഇപ്പം നമുക്ക് പറയാം, ഏകദേശം ഒരു 37-38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടുള്ളവരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു അടുക്കും ചിട്ടയായിട്ടൊരു അന്തരീക്ഷം. ഇപ്പം നമ്മൾ ഈ സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു അന്തരീക്ഷം അടച്ചിട്ട് അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി സംസാരിക്കാൻ അനുകൂലമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ആ സമയം ഇവിടെ ഓപ്പണായിട്ടിട്ട് വണ്ടിയൊക്കെ പോകുന്നൊരു അവസ്ഥയാണെങ്കിൽ നമ്മളത് എത്ര പഠിക്കാനിരുന്നാലും അത് നമുക്ക് അനുകൂല സാഹചര്യം അല്ലെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല, പോസിബിൾ ആവത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തുന്നത്, ഞാൻ ആ പറഞ്ഞ ആ സ്റ്റഡി പ്ലാനകത്തുള്ള ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്കറിയാം. അതിൽ നമുക്ക് അനുയോജ്യമായ ഒരു ഇടം കണ്ടെത്തി, ചിലരുണ്ട് നല്ലൊരു കാവ്യാത്മകമായിട്ട് ചെറിയ ഫ്ലവർ ബേസ് വെച്ചായിരിക്കും. അതൊക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഫ്ലവർ ബേസ് വെച്ചോ, ചിലർ ഒരു മീനെ വളർത്തിയോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇല്ലൂമിനേഷൻ ഒരു ലൈറ്റ് ടേബിൾ ലാമ്പ് വെച്ചോ, കുടിക്കാനും അല്ലെങ്കിൽ പേപ്പറൊക്കെ ഒട്ടിക്കാനുള്ള സാഹചര്യം ഒതുക്കിയോ, ടേബിള്, അങ്ങനെയൊക്കെ അനുകൂല സാഹചര്യം ഒരു വലിയ ഘടകം തന്നെ. ഓക്കെ, അവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ബെസ്റ്റ് എഫേർട്ട് എടുക്കുക. അവരുടെ സാഹചര്യം ഏതാണോ അതിനെ ഏറ്റവും മനോഹരമായിട്ട് മാറ്റാനായിട്ട് അവർ ശ്രദ്ധിക്കുക. സാറ് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ സാറിൻ്റെ ഒരു കംഫർട്ടബിൾ പഠന സമയം ഏകദേശം എങ്ങനെയാണ്? രാവിലെ ആണോ വൈകിട്ടാണോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാർ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിലേ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നൊരു വ്യക്തി ഇപ്പം ഞാൻ പറയുന്നു, മഹേഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു 4 മണിക്ക് എണ്ണിച്ച് പഠിക്കണമെന്ന് പറയുന്നു. പക്ഷെ ഞാനൊരു കാരണവശാൽ അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നൊരു വ്യക്തി സ്ഥിരമായിട്ട് 7 മണിക്കുന്നൊരു വ്യക്തിയായിരിക്കും. മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 4 മണിക്ക് എണ്ണിക്കുമ്പോൾ അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ട് കാണും. തീർച്ചയായിട്ടും ഇത്രയും വർഷത്തെ അവരുടെ ഒരു കാലക്രമണത്തിൽ 7 മണിച്ച വ്യക്തി 4 മണിക്ക് എണ്ണിക്കുമ്പോൾ എന്നെ ബോധിപ്പിക്കാനായിട്ട് എണ്ണിക്കും. അല്ലെങ്കിൽ മഹേഷ് സാറ് പറഞ്ഞു അത് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ അങ്ങനല്ല. നമ്മുടെ സമയം, നമുക്ക് അനുയോജ്യമായ സമയം നമ്മളാ കണ്ടെത്തുന്നത്. ഞാൻ 4 മണിക്ക് പറഞ്ഞ് എണ്ണിച്ചിരുന്ന് തലവേദന എടുത്ത് അവിടെ ഉറക്കം തൂങ്ങിയിരുന്ന ചിലപ്പോൾ അവർ തന്നത്തെ ദിവസത്തെ ജോലിയെ മൊത്തം വായിച്ച് അത് കണ്ടിന്യൂസ് ഒരാഴ്ചയാകുമ്പോൾ അവരുടെ ജോലി ഭാരം ബാധിക്കും, മാനസിക മെൻ്റലി ബാധിക്കും. അവർക്ക് എപ്പോഴാണോ അനുയോജിച്ച സാഹചര്യം അത് നമ്മളാ കണ്ടെത്തുന്നത്. ഇപ്പം എൻ്റെ സാഹചര്യം ആയിരിക്കത്തില്ല ചിലപ്പം സാറിൻ്റെ സാഹചര്യം. ഇപ്പം കുട്ടികളുണ്ട്, അവരെ സ്കൂളിൽ വിടാനുള്ളവർക്ക് രാവിലെ 4 മണിക്ക് എണ്ണിക്കാൻ പറ്റത്തില്ല. പക്ഷെ വൈകുന്നേരം ഒരു 8 മണി കഴിഞ്ഞ് അവർക്ക് ഇരിക്കാൻ പറ്റിയ സാഹചര്യമായിരിക്കും. അപ്പം സമയം കണ്ടെത്തുക എന്നുള്ളത് വ്യക്തികൾ തന്നെ, അവരുടെ അനുകൂല സാഹചര്യം, സമയം. പക്ഷെ ആ സമയം എന്നും അതേപോലെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സമയത്തിൽ മാറ്റം വരുത്താതെ. ചിലപ്പോൾ വൈകുന്നേരത്തെ ഒരു അന്തരീക്ഷം ഒരു 4-5 മണി തൊട്ട്, എൻ്റെ കാര്യം, എൻ്റെ ഒരു ചുറ്റുപാട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഒരു ഈർപ്പം, വലിയ ചൂടുമല്ല വലിയ തണുപ്പുപോലൊരു അവസ്ഥയിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞിരുന്ന്, അത്യാവശ്യം റൂമിൽ നിന്നൊന്ന് ഒഴിഞ്ഞ് വെളിയിലൊക്കെ ഇരുന്ന് ടെറസിൻ്റെ മുകളിലോ എവിടെയെങ്കിലും അനുയോജ്യമായി ഇരിക്കുവാണെങ്കിൽ 2-3 മണിക്കൂർ ഇരുന്ന് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. ഒറ്റ വാക്കിൽ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് സാറിന് എന്താ പറയാനുള്ളത്? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തെ ഒന്ന് പുറമോട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. സ്വാഭാവികമായിട്ട് ഇത്രയും നാളത്തെ കഷ്ടപ്പാട്, +2 വരെ പഠിച്ചു, 3 വർഷം ഡിപ്ലോമ ആയിരിക്കും അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കും. അത് നല്ലോണം കഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടിയാ? ഒരു ജോലി എന്ന് പറയുന്ന സ്വപ്നം.
ആ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും നല്ല ജോലി നമുക്ക് സുവർണാവസരം കൊണ്ട് തന്നേക്കുന്നത് ഒന്നുകിൽ സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഏതാ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ഇപ്പോൾ സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. ആ സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനിയൊരു അവസരം കിട്ടണമെങ്കിൽ നിങ്ങൾ 3 വർഷം ഒന്നേന്ന് കാത്തിരിക്കണം. ആ 3 വർഷം കാത്തിരിക്കുമെന്ന് ഞാൻ വായും കൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കേൾക്കും. പക്ഷേ ചിലർക്ക് അതിന് എഴുതാനുള്ള അവസരം കാണത്തില്ല, ഏജ് ഓവറായിരിക്കും. ചിലർക്ക് ആ ഒരു 3 വർഷം ചിലപ്പോൾ ഇത് കഴിഞ്ഞ് കിട്ടിയില്ല എങ്കിൽ ഗൾഫിൽ പോകുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അനുകൂല സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഒരു 4 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യം എത്രയും നല്ല വൃത്തിയായിട്ട് ഒരു പഠന ക്രമം വേണം, പഠന സമയം വേണം, ഒരു ചിട്ട വേണം, ഒരു ടൈം ടേബിൾ വേണം, മെറ്റീരിയൽ കളക്ട് ചെയ്യണം. അതിനേക്കാൾ ഏറെ നിങ്ങളെ വിശ്വസിക്കുന്നൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കണം. ഒരു ഗൈഡൻസ്, അത് വലിയൊരു ഘടകം തന്നെ. ഒരു ഗൈഡൻസ് ഒരു വലിയ ഘടകം തന്നെ. വേറൊന്നും കൊണ്ടല്ല, ആ ഗൈഡൻസ് ആ ഒരു വ്യക്തിയിൽ നിന്ന്, ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാനേ കൂടുതലായിട്ട് ആഗ്രഹിക്കത്തുള്ളൂ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയിൽ നിന്ന് കണ്ടന്റ് തരും, പക്ഷേ എനിക്ക് അവരെ ഒബ്സർവ് ചെയ്യും. ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതേപോലെ നല്ല ടീച്ചർ, ഇല്ല ടീച്ചർ എനിക്ക് മലയാളത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക, അല്ല ഇംഗ്ലീഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ വ്യക്തിയോടുള്ളൊരു ഇഷ്ടം സബ്ജക്റ്റിനോടും മാറും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക. അതുമാത്രമല്ല അതിനനുസരിച്ച് മെറ്റീരിയൽ തയ്യാറാക്കുക. സമയമുണ്ട് ധാരാളം. പക്ഷേ പറ്റുമെങ്കിൽ ഈ വീഡിയോ കേട്ട് ഇന്ന് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ആ രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ ആ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന സ്വപ്നം ഉറപ്പായും നിങ്ങളുടെ കൈകളിലിരിക്കും. ഓക്കെ സാർ, താങ്ക് യു. നിങ്ങളും കേട്ടു മഹേഷ് സാറിൻ്റെ വാക്കുകൾ. ആ പാഷനേറ്റ് ആയിട്ടുള്ളൊരു അധ്യാപകൻ്റെ വാക്കുകളിലെ തിളക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ ഉടനീളം ഉണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിലും അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീണ്ട കാലത്തെ തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല. 4 മാസത്തെ മികച്ചൊരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ മികച്ച സാലറിയോടുകൂടി നിങ്ങൾക്ക് എൻട്രി ലെവലിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനുകളിൽ ഒന്നിൽ തന്നെ KCBയിൽ ജോലി നേടാനായിട്ട് സാധിക്കും. നന്നായി പഠിക്കാൻ സാധിക്കട്ടെ. അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അഡ്വൈസ് കിട്ടുന്ന 500-600 പേരിൽ ഒരാൾ നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എവരിവൺ. താങ്ക് യു സർ.